ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ്. തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് പിതൃതർപ്പണമായിരിക്കും അല്ലേ. പിതൃബലി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. സത്യമാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിതൃബലിക്ക് പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. നമ്മൾ ബലി ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അന്നേരം എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ തിരുനെല്ലി ക്ഷേത്രത്തെ പറ്റി ഒരുപാടൊന്നും പറയേണ്ട, ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കുറേ പേര് വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിതൃകർമ്മത്തിന് പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ് ഈ ഒരു തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിൽ പാപനാശിനിയിൽ വന്ന് മുങ്ങി കുളിച്ച് ബലിയിട്ട് കഴിയുമ്പോൾ നമ്മളെ പിതൃക്കൾക്ക് പൂർണ്ണ മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ ഹൈന്ദവാചാര പ്രകാരമുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം ഉള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അതങ്ങനെ കളയാം. അപ്പോൾ ഒരുവിധം എല്ലാ ഹിന്ദുക്കളും വന്ന് പിതൃകർമ്മം ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ തലേന്ന് വൈകുന്നേരം വന്നു, ഇവിടെ റൂമെടുത്തു. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ബലിയിടേണ്ടത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ വൈകുന്നേരം വന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ വൈകുന്നേരം വന്ന് നമ്മൾ ദീപാരാധന തൊഴുത് പെരുമാളെ പ്രാർത്ഥിച്ച് ഭണ്ഡാര സമർപ്പണം നടത്തി പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ബലിയിടാൻ വേണ്ടിയിട്ട് വരേണ്ടത്. അപ്പം ശരിക്കും ഇതിൻ്റെ ശരിയായ ക്രമം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യണത്. വൈകുന്നേരം നമ്മൾ എന്തായാലും ആ ഒരു ദീപാരാധന തൊഴണം. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ഒരു കൂട്ടപ്രാർത്ഥന ഉണ്ടാവും ഇവിടെ. അത് നമുക്ക് അന്ന് ബലിയിടുന്ന ആൾക്കാരൊക്കെ കൂടി നിന്ന് അവിടെയുള്ള ഒരു ശാന്തി നമുക്ക് കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു തരും. ആ പ്രാർത്ഥന നമ്മൾ കൂടെ ചൊല്ലുക. അതിനുശേഷം ഭണ്ഡാര സമർപ്പണം നടത്തുക. അതിനുശേഷം പെരുമാളെ തൊഴുത് നമ്മൾ തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിച്ച് ശുദ്ധിയായി വീണ്ടും അമ്പലത്തിൽ വന്നിട്ടാണ് നമ്മൾ പിന്നെ ബലികർമ്മം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ എത്തി, തൊഴുതു. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഉത്സവമായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉത്സവത്തിന് ഒരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ അമ്പലങ്ങളിലെ പോലെ ഉത്സവമല്ല ഇവിടെ. എല്ലാം മിതമായ രീതിയിൽ ആണ് നടക്കുന്നത്. പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലതായിട്ട് പെരുമാളെ അപ്പോൾ അതങ്ങനെ നമ്മൾ കൂട്ടപ്രാർത്ഥനയുടെ സമയമായിട്ട് മുമ്പൊക്കെ ഇത് ഉള്ളിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ പുറത്ത് നിന്നാണ് ഇത് ചെയ്യുന്നത്. മുമ്പ് ഞങ്ങൾ കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു ഉള്ളിൽ നമ്മളെ നടയുടെ പുറത്തായിട്ട് നിന്നിട്ടാണ് ഈ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നത്. ഇപ്പം അവിടെ അമ്പലം നവീകരണം നടത്തുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഈ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിന്ന് അവർ പറയുന്ന പ്രാർത്ഥന നമ്മൾ കൂടെ പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നമസ്കരിച്ച് പിന്നെ ഭണ്ഡാര സമർപ്പണം നടത്തണം. അത് ഭണ്ഡാര സമർപ്പണം നമുക്ക് ഇഷ്ടമുള്ള തുക 10 20 എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഒരു തുക, ഒരു പൈസ എന്തെങ്കിലും നമ്മൾ ഭണ്ഡാരത്തിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമസ്കരിക്കുക. അതിനുശേഷം നമ്മൾ അകത്ത് കടന്ന് ദീപാരാധന തൊഴുത് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വരണം. പിന്നെ നമ്മൾ അറിയാമല്ലോ, നമ്മൾ ബലിയിടുന്ന ആളുകൾ അരിയാഹാരം ഒരു നേരെ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കിവിടെ ഭക്ഷണമുണ്ട് രാത്രി. അപ്പം ബലിയിടുന്നവർക്ക് പ്രത്യേകിച്ച് നമുക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവുണ്ട്, അല്ലാത്തവർക്ക് ചോറും ഉണ്ട്, അന്നദാനവും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് രാത്രി അത്താഴം നമുക്ക് ഇവിടെ തന്നെ അങ്ങ് കഴിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു ഉപ്മാവ് കഴിക്കുകയാണ്. അപ്പം ബലിയിടുന്നവർക്ക് പ്രത്യേകമായിട്ട് ഉപ്മാവ് തരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു നേരം ആഹാരം കഴിച്ചിട്ട് രാവിലത്തെ ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ബലിയിടുമ്പോൾ സാധാരണ അങ്ങനെയാണ് നമ്മൾ വ്രതം നോക്കേണ്ടത്.
അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ബലിയിടാൻ വന്നു. ഞങ്ങളൊരു 6 മണി 6:30 ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ തലേന്നേ നമ്മൾ ദീപാരാധന ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷീട്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ രാവിലെ ആ ഷീട്ട് കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടറിന് നമുക്ക് ബലിയിടാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പിന്നിലൂടെയുള്ള സ്റ്റെപ്പ് ഇറങ്ങി പടവ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ പാപനാശിനിയിലേക്ക് പോവാം. ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കൽപ്പടവ് പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ഭയങ്കര കല്ലും എന്താ പറയുക ഇങ്ങനെ കൂർത്ത കല്ലും ഇതൊക്കെ ആയിട്ടാണ്, ഉരുളം കല്ലുകളായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ചെരുപ്പിടാണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം നമുക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല കൂളായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി വേണം നമ്മൾ പാപനാശിനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ വളരെ കഷ്ടിയാണ്. വെള്ളം അവർ മോട്ടോർ വെച്ച് അടിച്ചിട്ടാണ് നമുക്ക് കുളിക്കാനുള്ള വെള്ളം അവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്. അത്രയും കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് താഴേക്ക് പോവാണ്. താഴേക്ക് പോകുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതൊക്കെ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ട് പരശുരാമനും അതുപോലെ തന്നെ ശ്രീരാമൻ അതുപോലെ പാണ്ഡവരൊക്കെ ഇവിടെ വന്നിട്ടാണ് പിതൃകർമ്മം ചെയ്തതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടായിരിക്കും ഈ ഒരു ക്ഷേത്രത്തിൽ പിതൃകർമ്മത്തിന് ഇത്രയും ശ്രേഷ്ഠമാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ആളുകൾ വന്ന് പിതൃകർമ്മം നടത്തിയ ഒരു ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടേക്ക് പോവാണ്. പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ തിരുനെല്ലി കൊണ്ടാക്കണം എന്ന് പറയും. കൊണ്ടാക്കണം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 40-ാമത്തെ ദിവസം നമ്മൾ പ്രതിമയിലാക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. എല്ലാവരുടെയും ഉണ്ടോ എന്നറിയില്ല. പ്രതിമയിൽ ആവാഹിക്കുക എന്ന് പറയും മരിച്ചവരെ. അങ്ങനെ ആവാഹിച്ച ആ പ്രതിമ നമ്മളൊരു കൊല്ലം വരെ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ നമ്മൾ അവിടെ കൊണ്ട് വെച്ചു. അതിനുശേഷം ഒരു കൊല്ലം ആവുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് പ്രതിമ അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ കൊണ്ടുവെക്കാറുണ്ട്. അപ്പോൾ ചിലർ നേരത്തെ കാലേ കൂട്ടി പറയും എന്നെ തിരുനെല്ലിയിൽ കൊണ്ടാക്കണം എന്ന് പറയും. അത് മരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കാൽക്കൽ ഇരിക്കണം എന്നുള്ള ഒരാഗ്രഹമുള്ളവർ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മളിവിടെ കൊണ്ട് വരാറുണ്ട്. അല്ലാതെങ്കിൽ നമ്മൾ പ്രതിമ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളെ ചിതാഭസ്മം ഇവിടെ വന്നിട്ട് ഒഴുക്കുന്നവരുണ്ട്. എല്ലാത്തിനും നമുക്കിവിടെ സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ എൻ്റെ മക്കളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടെ ചെന്ന് ഇവിടെ ഭഗവാന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കണമെന്ന് ഞാനും എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അങ്ങനെ നേരത്തെ കൂട്ടി പറയുന്നവരും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് ആ പാപനാശിനി എത്താറായി. അപ്പോൾ ഇവിടെ ഇപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നന്നായിട്ട് ഇങ്ങനെ കല്ലിൻ്റെ ഒരു പടവുകൾ ഇങ്ങനെ വെച്ചതുകൊണ്ട് നമുക്ക് നടക്കാൻ ഈസിയാണ്. മുമ്പൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഫുൾ കല്ലുകളായിരിക്കും, അതും ഇങ്ങനെ കൂർത്ത കല്ലുകളായിരിക്കും. അപ്പോൾ നമുക്ക് ചെരുപ്പിടാതെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്, കുറേ പേര് ചെരുപ്പിട്ടിട്ടാണ് ആ ഒരു പാപനാശിനി വരെ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ അത് ഇടാൻ പറ്റില്ല എന്ന് വെച്ചതുകൊണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തിന് അയച്ചു വെച്ചിട്ടാണ് വന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പണ്ടൊക്കെ ഇതിലൂടെ വരുമ്പോൾ നമുക്ക് നിറച്ചും കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇപ്പം അതും കാണാനില്ല. എനിക്കൊന്നും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. കുരങ്ങന്മാർ നമ്മൾ 1-2 കുരങ്ങനെയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇവിടെ. പണ്ടൊക്കെ അങ്ങനെയൊന്നുമല്ല, ഫുള്ള് ഈ സൈഡ് നിറച്ചും കുരങ്ങന്മാരായിരിക്കും, മരത്തിൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. വെള്ളം അത്രയും കഷ്ടമാണ് വെള്ളത്തിൻ്റെ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാപനാശിനി നമുക്ക് ബലിയിടുമ്പോൾ കുളിക്കാനല്ലോ, ആ കുളിക്കാനുള്ള വെള്ളം പോലും അവിടെ പമ്പ് ചെയ്തിട്ടാണ് അവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ജലക്ഷാമം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. വയനാട് പോലൊക്കെ ഉള്ള സ്ഥലത്ത് ഇതുപോലെ ഇത്രയും എന്താ പറയുക, വേനൽ ഇത്രയും രൂക്ഷമാകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. നല്ല ചൂടുമാണ്. വയനാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥയല്ല, എന്നാലും നമ്മളെ നാട്ടിലേക്കാളും ഇച്ചിരി ഭേദമെന്ന് പറയാൻ നമുക്ക് പറ്റും. ഇനി നമുക്ക് അങ്ങോട്ട് അധികം വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം ആൾക്കാർ കുളിക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ക്യാമറ അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഒന്നുകൂടെ പാപനാശിനിയിൽ കുളിച്ച് ബലിയിട്ട് നമ്മൾ തിരിച്ച് പോകുമ്പോൾ നമുക്ക് ഗുഹാക്ഷേത്രത്തിൽ തൊഴുതിട്ട് വേണം തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. കണ്ടാം ഇവിടെ ഇപ്പോൾ ഇവരെ ബലി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ആൾക്കാരെ നമ്മൾ വിളിക്കാം, അതിനനുസരിച്ച് നമ്മൾ പോകണം. അങ്ങനെ ഞങ്ങൾ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഗുഹാക്ഷേത്രത്തിലെത്തി. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. ഇവിടെ തൊഴുതിട്ട് വേണം നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ശിവലിംഗവും അതുപോലെ ചെറിയൊരു വിളക്കും കത്തി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഗുഹാക്ഷേത്രവും നമ്മളെ കൊട്ടിയൂർ ക്ഷേത്രം തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ടൊരു തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയി കഴിയുമ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്താൻ എളുപ്പമെന്നാണ് പറയുന്നത്. അപ്പോൾ മുമ്പ് നമ്മളെ കഥയിൽ നമ്മളെ സതീദേവി, അതായത് ദക്ഷയാഗ സ്ഥലത്ത് നിന്ന് അപമാനിക്കപ്പെട്ട സമയത്ത് ഭഗവാൻ ശിവൻ അവിടെ എളുപ്പം എത്താൻ വേണ്ടിയിട്ട് പോയത് ഈ ഒരു വഴിയിലൂടെയാണെന്നാണ് ഐതിഹ്യം. അത് ഐതിഹ്യമാണ്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലെടുക്കുക. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ശരിക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൊട്ടിയൂർ ക്ഷേത്രമായിട്ട് അതൊരു ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട്.
അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ് പഞ്ചതീർത്ഥക്കുളത്തിൽ ആ ഒരു സെൻറ്ററിലൊന്ന് ഞാൻ കയറി നോക്കിയത്. ആ ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്യാമറ ദൂരെ ആയതുകൊണ്ടാണ് ഫോക്കസ് ആവാത്തത്, ശംഖും ചക്രവും താമരയും ഗദ പാദം എല്ലാം ഭഗവാന്റെ എല്ലാ സംഭവങ്ങളും അവിടെ ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തി. നമ്മൾ ബലി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുങ്ങി കുളിച്ച് അതിനുശേഷം ക്ഷേത്രത്തിലെത്തി നമ്മൾ വീണ്ടും ഭഗവാനെ തൊഴുത് ത്രിമധുരം സേവിച്ച് നമ്മൾ ഈ ഒരു കർമ്മം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിതൃകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തോ എനിക്ക് അന്നേരം ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി, അങ്ങനെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ദൂരെ നിന്നൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ടാവും ഈ ഒരു ക്ഷേത്രത്തിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ബലിയിടാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ പറഞ്ഞതുപോലെ തലേന്ന് തന്നെ ഇവിടെ വന്ന് താമസിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.